നമ്മുടെ ഈ 2024 ഈ ഒരു ഇലക്ഷൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറിയത് ഒന്ന് നമ്മുടെ പൊന്നാനിയിലും മലപ്പുറത്തൊക്കെ ഉള്ളൊരു നമ്മുടെ ലീഗും സമസ്തയുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമസ്തയുമായിട്ട് ലീഗിന്റെ പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏകദേശം കത്തുന്ന രീതിയിലേക്ക് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള ആ ഒരു സുപ്രഭാതം പത്രം കത്തുന്നതോട് കൂടിയിട്ട് അത് ഗംഭീരമായിട്ട് കത്തിപ്പോയെന്നതാണ്. ആ ഒരു കത്തലിന്റെ പുക ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ സുപ്രഭാതത്തിന്റെ ഒരു ഗൾഫ് എഡിഷനുമായി ബന്ധപ്പെട്ട് അത് വീണ്ടും പ്രശ്നങ്ങൾക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് എഡിഷൻ ഗൾഫിൽ തുടങ്ങാൻ പോകുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും സമസ്ത ഒപ്പം ഉണ്ടായിരുന്ന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാവുന്ന ലീഗിനൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ലീഗുകാരെ പക്ഷേ വൃത്തിയായിട്ട് അവിടേക്ക് പോയില്ല. മുരളീധരൻ മാത്രമാണ് UDF നിന്ന് അങ്ങോട്ട് പങ്കെടുത്ത് കേട്ടോ. LDF നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മന്ത്രി റിയാസ് ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സമസ്തയ്ക്കുള്ളിലാണോ ഇനി പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറമേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം സമസ്തയ്ക്കുള്ളില് ലീഗിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേസമയം തന്നെ ലീഗല്ല ആരെ അനുകൂലിക്കില്ല, മതം മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. LDFനെ അനുകൂലിക്കുന്ന കുറച്ച് പേരുണ്ട് താനും. അത് ഒരുപക്ഷെ ഇലക്ഷനോട് അനുബന്ധിച്ചിട്ടായിരിക്കും അത്തരം പ്രതികൂലങ്ങളൊക്കെ വരികയുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരല്പം മാറി നിൽക്കുന്ന നിലപാട് ഇവർ എല്ലായ്പ്പോഴും എടുക്കാറുള്ളതാണ്. എന്തായാലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സമസ്തയുടെ എഡിറ്റർ ഉണ്ട്, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്നെ സമസ്തയുടെ ഗൾഫ് എഡിഷന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഗൾഫ് എഡിഷൻ തുടങ്ങിയതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രികയുടെ ഗൾഫ് എഡിഷൻ ഇല്ല, പക്ഷെ ചന്ദ്രികയുടെ ഒരു പേപ്പറൊക്കെ ഗൾഫിൽ കിട്ടാവുന്ന രീതിയിലൊക്കെ സംഭവമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതായത് അങ്ങനെയെങ്കിലും ആളുകളൊക്കെ വായിക്കട്ടെ എന്നുള്ള വിചാരത്തിലായിരിക്കും. എന്തൊക്കെയായാലും ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സമസ്തയുടെ തന്നെ സ്വന്തം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ പ്രോഗ്രാം വന്ന സമയത്ത് അതേ പത്രത്തിന് തന്നെ ചീഫ് എഡിറ്റർ അവിടെ ഇതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇത് സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. സമസ്തയോടൊക്കെ ഏറ്റവും തലതൊട്ടപ്പെന്നൊക്കെ പറയാവുന്ന ഏറ്റവും മുൻപന്തിയുള്ള നേതാവ് ജിഫ്രി തങ്ങളാണ്. ജിഫ്രി തങ്ങൾ ഇപ്പോൾ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന് പറയുന്ന ആ ഒരു എഡിറ്റർക്ക് അതിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ഒക്കെ അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വിവരങ്ങൾ. അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഒന്നും നമുക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും അയച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുത്തില്ല എന്നത് മാത്രമല്ല, ഈ അടുത്ത ദിവസം റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവില് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രി റിയാസ് പങ്കെടുത്തതിനെതിരെയാണ് ഇപ്പോൾ നദ്വി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അധികം മതവിരുദ്ധനായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് ഇത്തരം പരിപാടികളൊക്കെ പങ്കെടുപ്പിച്ചത്? അതൊരിക്കലും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന നിലപാടാണ് നദ്വിക്കുള്ളത്. എന്തായാലും ഇതൊരു വലിയ രസകരമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ തന്നെയാണ് ഈ ഒരു പൊട്ടിത്തെറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നത് ഇലക്ഷന് ശേഷം വീണ്ടും ഒരുപക്ഷെ സമസ്തയിൽ തന്നെ ഒരു വിഭാഗീയത ഒക്കെ സാധ്യത ഉടലെടുക്കുകയാണോ എന്നൊരു സംശയമൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും. എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഗംഭീരമായിട്ടൊരു എഴുത്ത് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു എഴുത്ത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു തരാം എന്ന് വിചാരിക്കുന്നു. അത് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സുപ്രഭാതത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു ടാഗ്ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു എഴുത്ത് എഴുതുന്നത്. MV രാഘവനും CP ജോണും KK രമയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത തികഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ ഒന്നും എതിർക്കാതെ ലീഗ് സുന്നി നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് CPM നേതാക്കളെ മാത്രം വേറിട്ട് നിർത്തി ആക്രമിക്കുന്നതിൽ താല്പര്യം സുന്നിസത്തോടുള്ള ആഭിമുഖ്യമല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളല്ലാത്ത നിരവധി പേർ കോൺഗ്രസിന് നേതൃത്വത്തിലും പ്രവർത്തകരിലും ഉണ്ട്. ലീഗുകാരുടെ കൂട്ടത്തിൽ പോലും ഇത്തരം ആളുകളെ നമുക്ക് കാണാം. അവരെ തുറന്നു കാട്ടാൻ എന്താണ് കൂരിയാട് സാഹിബ് ചാനലുകൾക്ക് അഭിമുഖം നൽകാത്തത്? നിരീശ്വരവാദത്തെക്കാൾ ഇസ്ലാം എതിർത്തത് ബഹുദൈവ CPM നേതാക്കളുടെ കാര്യത്തിൽ മാത്രം കാണുന്നത് ലീഗ് പ്രേമമല്ല, ആരാധനയല്ലേ?
ലോകത്തെ ഏറ്റവും വലിയ പാപമായ പത്രം ഉദ്ഘാടനം ചെയ്തത് നദവി സാഹിബിന്റെയും കോടിയേരിയും സമസ്ത നേതാക്കളുടെ എത്ര UDF നേതാക്കൾ അന്നും സുന്നി മന്ത്രിമാരെയും പട്ടിക്കാട്ട് ജാമയുടെ പരിപാടിക്ക് ക്ഷണിക്കുകയും അവരുടെ കോടിയേരുടെ കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുകയും ഉണ്ടായതിന്റെ കുട്ടൻസ് ആഹാരം കഴിക്കുന്നവർക്ക് തിരിയും. സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ജൂദാസിനെ പോലും നാണിപ്പിക്കും. ചന്ദ്രയ്ക്ക് ഇപ്പോൾ നല്ലൊരു ചീഫ് എഡിറ്റർ ഇല്ല. ആ പദവി അനുകരിക്കാൻ സുപ്രഭാതത്തിൽ നിന്ന് രാജിവെച്ച് പോകലല്ലേ ഡോക്ടർ സാഹിബെ ഭംഗി. അങ്ങ് സമസ്തയുടെ മുഷാവറയിലല്ല അംഗമാകേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ ഹൈ പവർ കമ്മിറ്റിയിലാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പിശകും സംഭവിച്ചിട്ടില്ല. അവരാണ് ശരിയെന്ന് വൈകാതെ താങ്കൾക്ക് ബോധ്യമാവും. നദീവ് സാഹിബെ, അങ്ങേക്കാണ് തെറ്റുപറ്റിയത്, സമസ്തയുടെ നേതൃത്വത്തിന്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന താങ്കൾ കപ്പലിൽ വെള്ളമില്ലാതായപ്പോൾ താഴത്തെ നിലയിൽ ഓട്ടയുണ്ടാക്കി പരിഹരിച്ച തൊരപ്പൻ്റെ പണിയാണ് എടുക്കുന്നത്. സുന്നിസത്തിൻ്റെ കാര്യം വരുമ്പോൾ മൂന്നാമതായും താനൊരു സമസ്തക്കാരനല്ലെന്ന് പറയാൻ എന്തേ താങ്കൾക്ക് കഴിയുന്നില്ല? മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സമസ്ത എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തതെന്ന് ചോദിച്ച് സയ്യുന്ന ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠരെയും വലിച്ചു കീറി അവഹേളിച്ചപ്പോൾ ബഹാവുദ്ദീൻ സാഹിബെ എന്തേ അങ്ങയുടെ നാക്ക് പൊങ്ങിയില്ല? അങ്ങയെപ്പോലുള്ള ഒറ്റുകാരെ ഉപയോഗിച്ച് സമസ്ത എന്ന കപ്പൽ മുക്കാനാണ് ലീഗിൻ്റെ ശ്രമം. ആ സത്യം സമസ്തയുടെ പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയെ ലീഗിൻ്റെ മറ്റൊരു പോഷക സംഘടനയാക്കി അവർ മാറ്റും. അതിനവർ ആ സ്വതന്ത്ര പണ്ഡിത തൊഴിലാളി യൂണിയൻ എന്ന് പേര് നൽകും. അതിൻ്റെ പ്രസിഡൻ്റായി ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാടിന് ആജീവനാന്തം വാഴാം.